നമസ്കാരം. കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരണപ്പെട്ട നിതിൻ രാജിന് വേണ്ടി നിതിൻ രാജിനൊപ്പം തന്നെ ആ ഒരു വിഭാഗത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർത്താൽ ഉണ്ടാക്കുന്നു. ഹർത്താൽ പ്രഖ്യാപിച്ച സമയത്ത് നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു രീതികൾ എന്നൊക്കെ പറയുന്നത്. അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞു, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. വാഹനങ്ങൾ പൊതുനിരത്തിൽ ഇറക്കരുത് എന്ന് പറഞ്ഞു, സമരക്കാർ തന്നെ വാഹനങ്ങൾ പൊതുനിരത്തിൽ ഇറക്കി. ഏത് സമരമാണെങ്കിലും ഏത് ഹർത്താലാണെങ്കിലും ക്യാൻസർ രോഗികൾക്ക് പ്രത്യേക യാത്രാ സൗകര്യം ഒരുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. പക്ഷേ അതേ ക്യാൻസർ രോഗികളെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെന്റ് കിട്ടാൻ 1-2 മാസമൊക്കെ കാത്തിരിക്കുന്ന രോഗികളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. അതായത് നിതിൻ രാജിന് വേണ്ടി പ്രാർത്ഥിച്ച അല്ലെങ്കിൽ നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ സമൂഹമാണ് കേരളത്തിലുള്ളത്. അവരുടെ മനസ്സിൽ പോലും ആ നിതിൻ രാജിന്റെ പേരിലൊരു ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു തരം ഹർത്താലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വാർത്തയെടുക്കാൻ പോയ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് സമര അനുകൂലികൾ വണ്ടിയിലിരുന്നിട്ട് സംസാരിക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ആക്രമിച്ച് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമരത്തെ പൊളിക്കാൻ വന്നവരല്ലേ എന്ന് ചോദിക്കുന്നു. സമരം പൊളിഞ്ഞോ കഴിഞ്ഞ ദിവസം? ഇല്ല, സമരം നടന്നില്ല പൊളിയാനായിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കേരളത്തിൽ ഈ സാധാരണ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹർത്താൽ നടത്താൻ എന്ന് വിചാരിച്ചാൽ അത് ആര് വിചാരിച്ചാലും നടക്കില്ല. ഇപ്പം മുംബൈ മഹാനഗരത്തിലൊരു ഹർത്താൽ നടക്കണം എന്ന് ആര് വിചാരിച്ചാലും പറ്റില്ല. അതുപോലെ തന്നെയാണ് മറ്റ് തമിഴ്നാട്ടിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ബാംഗ്ലൂരിലായാലും അവിടെയൊന്നും ഒരു ഹർത്താൽ നടത്തി വിജയിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. കാരണം ഈ ഹർത്താൽ ജനവിരുദ്ധമാണ്. അത് ഒരു ആധുനിക കാലത്തെ സമര രീതിയല്ല. പക്ഷെ കേരളത്തിൽ പറ്റും. ആര് വിചാരിച്ചാലും കേരളത്തിൽ ഒരു ഹർത്താൽ വിജയിപ്പിക്കാനൊക്കെ കഴിയും. പക്ഷെ എന്നിട്ട് പോലും ഈ ദളിത് സംഘടനകളുടെ സമരം അത്ര കണ്ട് വിജയിച്ചില്ല. സാധാരണ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഒന്നുകിലൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളോ ഒക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനം വിചാരിച്ചാൽ കേരളത്തിലിപ്പോൾ സമരം വിജയിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദേശീയ പണിമുടക്ക്, ഭാരത് ബന്ദ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്നിരുന്നു. അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളാണ്. അവരാണ് കേരളം മുഴുവൻ എല്ലാ മേഖലകളിലുമുള്ളത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ സ്തംഭിപ്പിക്കും. KSRTC ബസ് ഓടിക്കത്തില്ല, പെട്രോൾ പമ്പുകൾ അടച്ചിടും. അപ്പോൾ വരുമ്പോൾ സ്വാഭാവികമായും ഹർത്താൽ വിജയിക്കും. മറ്റത് ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിക്കണം, അഗ്രസീവായിട്ടുള്ള, റോഡിൽ വണ്ടി ഇറക്കിയാൽ കല്ലെറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ അടികിട്ടുന്ന അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരിക്കും. പക്ഷേ ഈ സംഘടനകൾ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളത് കാര്യഗൗരവത്തോടെ എടുത്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ കാര്യഗൗരവത്തോടുകൂടി എടുക്കാത്തത്? മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ പറയുന്ന ദളിത് സംഘടന, ഇപ്പോൾ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ഉറപ്പായിട്ടും നീതി കിട്ടണം. ആ പയ്യൻ്റെ മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്. അത് സത്യം കണ്ടെത്തുക തന്നെ വേണം. ആ കുടുംബത്തിന് ഈ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കരകയറാൻ സമൂഹം ഒന്നാകെ ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. പക്ഷേ ഈ ദളിത് സംഘടനകൾ എന്തിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? അത് ആർക്കെതിരെയാണെന്നുള്ളത്. കാരണം ഈ സംഘടനകളെല്ലാം അല്ലാത്തപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഇവരുടെ രാഷ്ട്രീയം മുഴുവൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ദളിത് സമൂഹത്തെ മുഴുവൻ ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ CPIM-ലേക്ക് ചാനലൈസ് ചെയ്യുക എന്നൊരു ദൗത്യം ഇവർക്ക് ആരോ ഏൽപ്പിച്ചു കൊടുത്തതുപോലെയാണ് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ ദളിത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ പലപ്പോഴും അടിയറവ് വയ്ക്കുകയാണ്. CPM-ഉം മറ്റ് ഇടത് സംഘടനകളും എല്ലാം ചെയ്യുന്ന എല്ലാ കൊള്ളരായ്മകളും ഇരുന്ന് ന്യായീകരിക്കുക എന്നുള്ളതാണ് ഈ സംഘടനകളുടെ ഒരു പണി. കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ പ്രധാനപ്പെട്ട പണി അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത്രയധികം രാഷ്ട്രീയ പിന്തുണ, വർഷങ്ങളായി ഈ രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്ന ഇടതുപക്ഷം ഇവരോട് എന്താണ് ചെയ്തത്? ഈ പറയുന്ന ആ നിതിൻ രാജ് എന്ന പയ്യൻ, അയാൾ എന്താണ് ആത്മഹത്യ ചെയ്തത് ഈ പറയുന്ന സഖാക്കളുടെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ലയ്ക്കുള്ളിലാണ്. അവിടെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഏതാനും മണിക്കൂറുകൾ അതിക്രൂരമായി തേജോവധം ചെയ്യപ്പെട്ടത്. തനിക്ക് ജീവിക്കാൻ ഇനി യാതൊരു താല്പര്യവും ഇല്ല എന്ന യുവാവിന് തോന്നത്തക്ക രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത് മുഴുവൻ സഖാക്കളുടെ ഈ ഉരുക്കുകോട്ടയിലാണ്. മാത്രമല്ല, ഇവർ ഇപ്പോൾ ഒന്നാം പ്രതി എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണക്കാരനായി എന്ന് പറയുന്ന ആ അധ്യാപകൻ ഡോക്ടർ റാം, ഇയാൾ ഇത്രയും നാളായി എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതെ വച്ചിരിക്കുന്നത്? ആരാണ്? ഇവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്യുന്ന പോലീസല്ലേ?
15 ദിവസത്തോളമായി ഇയാളുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോലും, അത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ കോടതി അപ്പോൾ തന്നെ പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ 1-2 ദിവസം പരിഗണിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം, കോടതി എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യാം എന്നൊരു പോലീസ് നിലപാട് ശരിയാണ്. പക്ഷേ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ കോടതി പരിഗണിക്കുന്നത്. അതിനു മുമ്പ് പൊക്കിയെടുത്ത് അകത്തിടുന്നതിന് പകരം ജാമ്യം കോടതി നിഷേധിച്ചു. എന്നിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസമായി ഇതുവരെയും അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഡോക്ടർ റാം അതിവിദഗ്ധമായി ഒളിയിടം മാറ്റിയ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോലീസിനെ കബളിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അതായത് ചേട്ടാ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ രാത്രിക്ക് രാത്രി ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഹോട്ടലിനകത്ത് കയറി അറസ്റ്റ് ചെയ്ത് ആ ദൃശ്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പോലും സാധിച്ചിട്ടുള്ള ഒരു പോലീസ് സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന് ഡോക്ടർ റാമിലേക്ക് എത്താൻ, അതായത് രാഷ്ട്രീയപരമായിട്ടൊരു പിന്തുണയില്ലാത്ത, സാമൂഹികപരമായിട്ടൊരു പിന്തുണയില്ലാത്ത, കേവലം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമുള്ള ഒരാളിലേക്ക് എത്താൻ ഇത്രയും സമയം വേണ്ടതുണ്ടോ? അല്ല, ഈ ഡോക്ടർ റാമിന് അങ്ങനെ ഒരു സ്വാധീനമോ പിന്തുണയോ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നിലവിൽ അങ്ങനെ അല്ല, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിന് രഹസ്യമായി ഉണ്ടാകാം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ന വിവരമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് LDFന് ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം ഓക്കെ പറഞ്ഞാൽ പോലീസിന് ഇതല്ല, ഇതിനപ്പുറവും കഴിയും. പക്ഷേ ഇവിടെ തടഞ്ഞു വയ്ക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് ഈ 2 കമ്പാരിസണിലൂടെ. അപ്പോൾ ഡോക്ടർ റാമിന് അത്രമാത്രം സ്വാധീനമുണ്ടാകാം. അയാളെ സംരക്ഷിക്കാൻ പലരും ഈ സർക്കാരിൽ തന്നെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാമല്ലോ ഒരു പയ്യനെ, അയാളുടെ ഒരു എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു പയ്യനാണ്, അയാളുടെ ഒരു ജീവൻ ഒടുക്കുന്ന രീതിയിലേക്ക് ഒരു പ്രേരണ അയാൾ നൽകിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ കഴിയും, ഇതുവരെ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കോടതി പോലും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ പറയുന്ന ദളിത് സംഘടനകളെല്ലാം കാലാകാലങ്ങളായി സിന്ദാബാദ് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കൊടുക്കുന്നത് ഇതാണ്. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഈ ചതിയാണ്, കൊടും ചതിയാണ്. ഇത്രയും കാലം അവരുടെ പിന്നാലെ നടന്നിട്ടും അവർക്ക് കിട്ടുന്നത് ഇതാണെങ്കിൽ, ഇന്നലെ വീരശൂര പരാക്രമം കാട്ടിയ ദളിത് സംഘടനകൾ അവരുടെ രാഷ്ട്രീയ നിലപാടാണ് പുനഃപരിശോധിക്കേണ്ടത്. എന്നിട്ടാണ് ജനങ്ങളുടെ നെഞ്ചത്ത് കയറേണ്ടത്. ഇവിടെ KSRTC ബസ് തടഞ്ഞ്, രോഗികളെ തടഞ്ഞു വെച്ച്, ദീർഘദൂര യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച്, അവരെ തെറിവിളിച്ച്, ഓട്ടോറിക്ഷക്കാരെ തെറിവിളിച്ച്, ബസ് തടഞ്ഞു നിർത്തി, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സുഹൃത്തുക്കളെന്ന് പറയേണ്ടി വരും. ഇവരാദ്യം ചെയ്യേണ്ടത് അവർ പിന്തുണയ്ക്കുന്ന അവരുടെ പിന്തുണ പിൻവലിച്ച് രാഷ്ട്രീയ രീതി അവരൊന്ന് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ജനങ്ങൾ ഈ ഹർത്താൽ മൈൻഡ് ചെയ്യാത്തത്. ജനങ്ങൾ മാത്രമല്ലല്ലോ, ഈ ഏറ്റവും ഇപ്പോൾ ഇവരേത് വിഭാഗത്തിനെയാണോ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടന, KPMS പോലുള്ള ഒരു സംഘടന അതിൽ നിന്ന് പിന്മാറുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹർത്താലിന് ഞങ്ങൾ ഒപ്പമില്ല എന്നുള്ളൊരു പ്രഖ്യാപനം അന്ന് രാവിലെ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അങ്ങനെ ഒരു കാര്യം കൂടെ പ്രധാനം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഡോക്ടർ റാമിന് ആരുടെയും പിന്തുണയില്ല എന്ന് പറയാൻ കഴിയില്ല. അയാൾ വലിയ സ്വാധീനമുള്ള ഒരു മനുഷ്യനാകാനാണ് സാധ്യത. ഇല്ലെങ്കിൽ എപ്പോഴേ അകത്തു പോയേനെ. ഇത് സംവിധായകൻ രഞ്ജിത്ത് SFI മുതൽ മുദ്രാവാക്യം വിളിക്കുന്നയാളാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ എത്ര മിനിറ്റ് കൊണ്ടാണ് പിടിച്ചകത്തിട്ടത്? എപ്പോഴാ ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും ഒരു സമയം കൊടുക്കാതെ അകത്ത് പോയില്ലേ? അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉള്ളയാളാണ്. പലരും അങ്ങനെയാണ്. പലർക്കും ആ രാഷ്ട്രീയ സ്വാധീനം, തൻ്റെ പിടിപാട്, ഇതുപോലെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരൊന്നും പുറത്ത് കാണിക്കില്ല. പ്രത്യേകിച്ചും സർക്കാർ സർവീസിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയമൊന്നും പുറത്തു വരില്ല. പക്ഷേ രഹസ്യമായി അയാൾക്ക് വലിയ പിടിപാടുകളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. KPMS ഏറെ കാലമായിട്ട് CPIMന് ഈ പറയുന്ന പോലെ പാടി നടക്കുന്ന ആളല്ലേ. പാണന്മാരെ പോലെ CPMൻ്റെ സ്തുതിപാഠകരാണല്ലോ KPMS. അപ്പോൾ അതുകൊണ്ട് ആ പിന്മാറ്റത്തിലൊക്കെ വലിയ ദുരൂഹതകളുണ്ട്. പക്ഷേ ഈ പറയുന്ന സംഘടനകൾ പുനരാലോചിക്കേണ്ടത് ആ രാഷ്ട്രീയ പിന്തുണയാണ്. ഇപ്പോൾ ഈ ഒരു ഹർത്താൽ കൊണ്ട് നിതിൻ രാജിനൊരു നീതി ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ പോലും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു സംഘടനകളുടെ രാഷ്ട്രീയ രീതികൾ തെറ്റായി പോയത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഹർത്താൽ കൊണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ? അതെ. കാരണം ഇങ്ങനെയുള്ള ഒരു കേസിൽ, ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസിൽ
ഇത്ര പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഹർത്താലിലേക്കൊക്കെ പോകുന്നത് അതൊരു എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനകളുടെ പക്വതയും ഇല്ലായ്മ വേണം സൂചിപ്പിക്കാൻ. ഏതാണ്ട് 52 സംഘടനകളുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഈ സംഘടനകളുടെ ഒരു കൂട്ടായ്മ വിചാരിച്ചത് തന്നെ ഒരു പക്വതയില്ലാത്ത തീരുമാനമാണ്. പിന്നെ ഇവർ ഈ ഘട്ടത്തിൽ ഹർത്താൽ നടത്തി ആരോടാണ് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്? കേരളത്തിലൊരു ഭരണമില്ല. കേരളത്തിൽ LDF വരുമോ UDF വരുമോ എന്ന് ആർക്കും പിടികിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്, തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടേക്കാം എന്ന് ഇന്നത്തെ ഭരണകൂടത്തിന് പോലും ചിന്തയുണ്ട്. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എത്ര മന്ത്രിമാർ കഴിഞ്ഞ കുറേ നാളുകളായി ഓഫീസിലുണ്ട്? ആരും ഓഫീസിലില്ല. തിരുവനന്തപുരത്തെ ചില മന്ത്രിമാർ ഓഫീസിൽ വന്നു പോകുന്നു എന്നല്ലാതെ ഇവിടെ ഭരണമില്ല. മുഖ്യമന്ത്രി സുഖചികിത്സയ്ക്കായി എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമില്ല, രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലില്ല, ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ എന്തിനാണ് ഇവർ ഈ ഹർത്താൽ നടത്തി എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ആരെയാണ് ഈ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നത്? അപ്പോൾ ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്നതല്ലാതെ ആ ഹർത്താലിന് പിന്നിൽ ഒന്നും നമുക്ക് വാദിക്കാനില്ല. ഈ സമയം കളഞ്ഞു എന്നതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് നിതിൻ രാജിന്റെ മരണം അല്ലെങ്കിൽ ജാതി അധിക്ഷേപം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ ഇത്തരത്തിലൊരു ഹർത്താൽ നടത്തിക്കൊണ്ട് ആ ഒരു ജാതിയുടെ സ്പിരിറ്റ് പറഞ്ഞുകൊണ്ടൊരു മുതലെടുപ്പ് നടന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ജനങ്ങളോട് പ്രതികരണം എടുക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് ഈ നിതിൻ രാജിന്റെ പേരിൽ എന്തിനാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നിതിൻ രാജിനെ മുൻനിർത്തിക്കൊണ്ടൊരു മുതലെടുപ്പ് അവിടെ നടക്കുന്നുണ്ടോ? ഉണ്ടാവണം. കാരണം ഇത്തരം സംഘടനകളൊക്കെ വെളിച്ചത്ത് വന്നിട്ട് കുറേ നാളായി. കാരണം ഒരു സമരരംഗത്തേക്ക് വരാനൊന്നും ഇവർക്ക് അനുവാദമില്ല. നേരത്തെ പറഞ്ഞ പോലെ CPIM-ന്റെ ദാസപ്പണി ചെയ്യുന്ന സംഘടനകൾ അവർ സ്വതന്ത്രമായിട്ടല്ല നിൽക്കുന്നത്. അവർക്കൊരു സമരവുമായി രംഗത്ത് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അവസരമായി അവർ കണ്ടിരിക്കാം. സംഘടനകളുടെ ഒരു വളർച്ച അല്ലെങ്കിൽ സംഘടനകൾക്ക് പേരെടുക്കുക, ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഈ പറയുന്ന സംഘടനകളിൽ പകുതി സംഘടനകൾ വിചാരിച്ച് ഈ കേസ് അന്വേഷണത്തിൽ വലിയ പാളിച്ചകളുണ്ട്, ഡോക്ടർ റാമിനെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്ര സംഘടനകൾ കോടതിയെ സമീപിച്ചു? പ്രോസിക്യൂഷൻ വാദിച്ചതല്ലാതെ ഇയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണം, വലിയ അനീതിയാണ് ഇവിടെ നടക്കുന്നത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഘടനകൾ ഏതെങ്കിലും കോടതികളെ സമീപിച്ചിരുന്നോ? ഇല്ല. ഇവർ ഭരണതലത്തിൽ ഇവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുറേ നാളുകളായി പുറകെ നടക്കുന്നതാണല്ലോ, ഇവരുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണതലത്തിലൊരു സമ്മർദ്ദം നടത്താൻ ഇവർക്ക് സാധിച്ചോ? ഇല്ല. KSRTC ബസ് തടഞ്ഞതുകൊണ്ടോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടോ ഇത്തരത്തിലുള്ള ഹർത്താലുകൾ നടത്തിയത് കൊണ്ടോ യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഷോ നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിന് പിന്നിൽ. കാരണം ഇങ്ങനെയുള്ള ഹർത്താലുകളൊന്നും വിജയിച്ചുകൂടാ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ. അല്ല എങ്കിൽ ആര് ഹർത്താൽ പ്രഖ്യാപിച്ചാലും കേരളത്തിലെ ജനങ്ങൾ തലേ ദിവസം ഒരു കോഴിയും വാങ്ങി വീട്ടിൽ പൊരിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം കേരളീയർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹർത്താലുകൾ വിജയിക്കുന്നത് അതുകൊണ്ടായിരുന്നു. പക്ഷേ കേരള സമൂഹം മറിച്ച് ചിന്തിക്കുന്നോ എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ട്. ഇത്തരം ഈ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയുള്ള സംഘടനകളുടെ ഹർത്താലുകൾക്ക് നിന്നു കൊടുക്കണ്ട എന്ന് കേരളം വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ ഈ പറയുന്ന ആൾക്കാരെല്ലാം രാവിലെ ജോലിക്ക് മറ്റു കാര്യങ്ങൾക്കായി വന്നു. അപ്പോൾ ഹർത്താൽ സാധാരണ രീതിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞതിൻ്റെ ഒരു ഞെട്ടലിലായിരിക്കണം ഇങ്ങനെയുള്ള ഒരു. മാത്രമല്ല സംസ്ഥാന പോലീസിന് ഈ ഒരു അതിക്രമങ്ങൾ നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നു, അവർ മനസ്സിലാക്കിയില്ല എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭരണ സംവിധാനം ഒന്നുമില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് പോലും ഒരു ഹർത്താൽ ഒരു സംഘടന പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, നമ്മളിങ്ങനെ ഇവരായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഏതാണ് റൂട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, അതൊരു പ്രശ്നമാവണ്ട. ഒരു സ്ഥലത്ത് അവിടെ വരും, അവിടെയുള്ള കടകളൊക്കെ അടച്ചു പൂട്ടിക്കും എന്നാണ് സമരക്കാർ ഞങ്ങളോട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. അവിടെ നിന്ന് ട്രാഫിക്കിൽ നിന്ന ഒരു പോലീസുകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് പോണേ? ഞാൻ പറഞ്ഞു ഇതുപോലെ സമരക്കാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കട അടച്ച് പൂട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ആ സമയത്ത് അവിടേക്ക് വരുന്നത്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് അത്. പോലീസുകാർക്ക് ഹർത്താൽ ദിവസത്തിൽ കണ്ണെത്തേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അവിടെ പോലും പോലീസുകാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുമാണ്. അതാണ്. അപ്പോൾ മുന്നൊരുക്കങ്ങളില്ലായിരുന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സമ്മതിക്കുന്നു. ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എന്ന് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു, അവരത് ചെയ്തില്ല. കൂടിയാണ് ഈ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്ന് ഇപ്പോൾ തെളിയുകയാണ്.
തീർച്ചയായിട്ടും. എന്തായാലും സമരം നടത്തിയവർ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആർക്കെതിരെയാണ് സമരം നടത്തിയത്, ആരോടാണ് അവകാശപ്പെട്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള മറുപടികളും ഈ പറയുന്നത് പോലെ കമന്റ് ബോക്സിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നിതിൻ രാജിന് നീതി വേണം എന്നുള്ളത് ഞങ്ങളും ഒരേപോലെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ അത് അനിവാര്യമാണോ ആയിരുന്നോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.